പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൺ മൗഗലിന്റെ മുൻ മാനേജർ അറസ്റ്റിൽ. ചങ്ങനാശ്ശേരി സ്വദേശി നിധി കുര്യനാണ് അറസ്റ്റിലായത്. സനോജ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശരി, സനോജ് ടെലിഫോൺ ലൈനിലാണ്. സനോജ്, ഇയാൾ എവിടെ നിന്നുമാണ് അറസ്റ്റിലായത്? എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്? കീർത്തി, മോൻസൺ മാവങ്കൽ തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തിന്റെ മുൻ മാനേജറായിരുന്ന നിധി കുര്യനാണ്. ഈ നിധി കുര്യൻ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ഈ കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം കോട്ടയം വാകത്താനം സ്വദേശിയിൽ നിന്നും, അതായത് ചീരഞ്ചിറ സ്വദേശിയിൽ നിന്നും 22 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് ഈ നിധി കുര്യനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത നിധി കുര്യനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പുരാവസ്തു നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നും സോഷ്യൽ മീഡിയ താരമായ നിധി പണം തട്ടിയതായി നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ചീരച്ചിറ സ്വദേശിയിൽ നിന്നും 22 ലക്ഷം രൂപയാണ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നിധിയെ നേരത്തെ, അതായത് മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മാനേജർ കൂടിയായിരുന്ന നിധിയെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കൊരു വിവരമില്ലെന്നായിരുന്നു നിധി പോലീസിനോട് വ്യക്തമാക്കിയിരുന്നത്. ഈ മോൻസൺ മാവുങ്കലിന്റെ സ്ഥാപനത്തിൽ ചികിത്സയ്ക്കായി വന്നുപോയ KPCC പ്രസിഡന്റ് K സുധാകരനൊപ്പമുള്ള നിധിയുടെ ഫോട്ടോയും ഫേസ്ബുക്കിൽ നേരത്തെ പങ്കുവച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മോൻസൺ മാവുങ്കൽ സ്ഥാപനങ്ങളിൽ വന്ന ആളുകളുമായി അടുത്ത ബന്ധം നിധിക്കും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിധിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം നടത്താൻ, അതായത് നിധിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ കേസിൽ നിധി പിന്നീട് കക്ഷി ചേരുന്ന സാഹചര്യവുമുണ്ടായി. അതായത് മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി അദ്ദേഹത്തെ നിധി കൈവിടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. അതായത് മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസും ഒരുപക്ഷെ ഈ ചിങ്ങവനം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുവാനാണ് സാധ്യത. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്.